സത്യത്തിൽ പുതിയതായിട്ടുള്ളവരെന്ന് പറയാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ജെയിംസ് കുന്നപ്പള്ളി സാറും ജോയ്സിയും നേരത്തെ ഈ ബാങ്കിൽ ബോർഡ് മെമ്പർമാർ ജിൻസിയുണ്ട്, ബിനു, ഇവർ 4 പേര് പുതിയതായിട്ട് വന്നു. അങ്ങനെ 13 പേര്. തീർച്ചയായിട്ടും ഈ ബാങ്കിന്റെ നല്ല നിലയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുവരാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, യാതൊരു സംശയവും. പക്ഷെ നമ്മുടെ ബാങ്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ബോർഡ് മെമ്പർമാര് നിങ്ങൾ അതിജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സംസ്ഥാന സഹകരണ പ്രസ്ഥാനങ്ങളില് നന്നായിട്ട് നിൽക്കുവാനായിട്ട് ഈ അവസരത്തിൽ അതിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്കും അതിന്റെ റിപ്പോർട്ട് കണ്ടവർക്കും ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതവസ്ഥയിലും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിവുറ്റവരാണ് അയക്കുന്ന സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെന്നുള്ളത്. ഈ തരത്തിൽ സെക്രട്ടറിയുടെ സേവനത്തെ നമ്മൾ ഒരിക്കലും എതിർത്ത് കാണുന്നതല്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സെക്രട്ടറിമാർ ചെയ്യുന്ന പല പ്രവൃത്തികളിലും അറിയപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ബോർഡ് മെമ്പർമാർ പുതിയതായിട്ട് വന്ന നിയമത്തിൽ ഒരു കാര്യം അറിഞ്ഞത് നന്നായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സെക്രട്ടറി എന്ത് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ നിയമത്തിന്റെ അകത്ത് നിങ്ങൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ ബാങ്ക് നേടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നടപടിക്രമങ്ങളാണ്. ലോണുകൾ എടുത്തുകൊണ്ട് പോയിട്ട് കുറെ വർഷങ്ങളായിട്ട് പോലും തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ലാതെ വന്നിരിക്കുന്നത് പലപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് നിസ്സഹകരണം മൂലമാണ്. ഞങ്ങൾ ലിസ്റ്റ് എടുക്കുകയും നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ നടപടി എടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബാങ്കിന്റെ ഈ റൂൾ അനുസരിച്ച് കടം കൊടുത്തിരിക്കുന്നതെല്ലാം ബാങ്കിന്റെ അസറ്റിലാണ് കണക്ക് കൂട്ടുന്നത്. ബാങ്കിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും പല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്